പുണ്യ റബീഉൽ അവ്വലിലെ അതിമനോഹരമായ ഒരു വെള്ളിയാഴ്ച ദിവസം ഇന്ന് ളുഹാ നിസ്കരിച്ചിട്ട് ആ ഇരുന്ന ഇരുത്തത്തിൽ ഒരു 100 തവണ ഈ ദിക്റ് ചൊല്ലിയാൽ പണം നിങ്ങളെ തേടി വരും. നിങ്ങൾ പെട്ടെന്ന് മരിക്കൂല കേട്ടോ, അപകട മരണങ്ങളൊന്നും ഉണ്ടാവില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ വല്ലാത്തൊരു കാവല് തരും. നമ്മുടെ കുടുംബത്തിലും ആത്മീയ ജീവിതത്തിലുമൊക്കെ സമാധാനം നേടിയെടുക്കാൻ ആ ദിക്റ് നമ്മൾ ഇന്നൊന്ന് ചൊല്ലണം. ചൊല്ലൂലേ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക. ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ല എല്ലാവരും? നല്ല ഹാപ്പി ആയിരിക്കണം, സങ്കടമൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ കൂടെ റബ്ബുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ടെൻഷൻ? പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, റബീഉൽ അവ്വൽ 12 കഴിഞ്ഞു എന്നും പറഞ്ഞ് മൗലിദൊക്കെ നിർത്തി വെക്കരുതേ. നമ്മളെപ്പോഴും മുത്ത് ഹബീബിൻ്റെ മദഹിലും മദദിലും ആവണ്ടേ. ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെങ്ങനെ സ്നേഹത്തോടെ നമ്മളെ നോക്കിയിരുന്ന് ആ സ്വലാത്തുകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്നൊരു നിമിഷത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. മനോഹരല്ലേ? ഔഖഫ്തുൽ അംറ അലൈഹി ബിമദീഹിൻ ബൈന യദൈഹി ഫവ്വൽതുൽ അംറ ഇലൈഹി ഫഖ്തർ ലിറസൂലല്ലാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وهناك أموت وأحيا والروح بطه تحيا فأقاد أناجي الواحيا في روض رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. സ്വലാത്ത് വല്ലാത്തൊരു ആവേശമാണ് അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന ഒരാളുടെ പേര് പറയുമ്പോൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ വല്ലാത്തൊരു ആവേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹൊക്കെ പറയുമ്പോൾ അള്ളാഹിൻ്റെ ഔലിയാക്കളൊക്കെ ഇങ്ങനെ വല്ലാതെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു എന്നാണ്. അത്രമേൽ ആനന്ദം മുത്തുനബിയുടെ മദ്ഹല്ലേ, സ്വലാത്തല്ലേ. അതൊരു നമ്മൾ പ്രണയിച്ചുകൊണ്ട് ചൊല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീലൊന്നും വരാത്തത്. പ്രണയിച്ചുകൊണ്ട് ചൊല്ലണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ളുഹാ നിസ്കാരം എല്ലാവർക്കും ഇല്ലേ? ഇപ്പോഴും ളുഹാ നിസ്കരിക്കാൻ അറിയാത്ത ആളുകളുണ്ട് അല്ലേ? നമ്മുടെ കൂട്ടത്തിലുണ്ട് കുറച്ച് പേരൊക്കെ. കാരണം ചില കമൻസ് ഞാൻ കണ്ടു, ഉസ്താദേ ളുഹാ നിസ്കാരം വിവരിക്കണേന്ന്. ഞാൻ ളുഹാ നിസ്കാരം മുമ്പ് 1-2 തവണ വിവരിച്ചിട്ടുണ്ട്. സിമ്പിളാണ് ഇല്ലേ? എപ്പോഴാണ് ളുഹാ നിസ്കരിക്കേണ്ട സമയം? സൂര്യൻ ഉദിച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ളുഹാ നിസ്കാരം തുടങ്ങാം. ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? ഒന്ന് ചൂട് പിടിച്ച് വരുന്ന 9:30-10 മണിയൊക്കെ ആകുന്ന സമയമാണ് ഏറ്റവും നല്ലത്. എത്ര വരെ നിസ്കരിക്കാം? ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് വരെ നമുക്ക് നിസ്കരിക്കാം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തെ ളുഹാക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്. വെള്ളിയാഴ്ച ദിവസം വല്ലാത്ത മഹത്വമുള്ളൊരു ദിവസമാണ് ഇല്ലേ? അപ്പോൾ ആ ദിവസത്തെ ളുഹാക്ക് ഇരട്ടിക്കിരട്ടി പ്രതിഫലമുണ്ട്. അപ്പോൾ ളുഹാ നിസ്കാരം, സുന്നത്താക്കപ്പെട്ട ളുഹാ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു ഖിബ്ലക്ക് അഭിമുഖമായി. ആ നിയ്യത്തിൽ നമുക്ക് നിസ്കരിക്കാം. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. ഏറ്റവും കൂടിയാലോ എല്ലാവർക്കും അറിയില്ല, 8 റക്അത്തൊക്കെ നമുക്ക് നിസ്കരിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ സാധാരണഗതിയിൽ ഒരു 2 റക്അത്തെങ്കിലും നമ്മൾ പതിവാക്കണം, വേണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് 2 വേണം. ഇനിയിപ്പോൾ 8 നിസ്കരിക്കുകയാണെങ്കിലും 2-2-2 നിയ്യത്ത് ചെയ്ത് ഈ 2 റക്അത്തിലും സലാം വീട്ടിയിട്ട് വേണം നിസ്കരിക്കാൻ. ഓക്കെ. അപ്പോൾ ളുഹാ നിസ്കാരം ആദ്യം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏത് സൂറത്ത് ഓതേണ്ടത് അറിയുന്നവരൊക്കെ വശംസി വളുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ ആ സൂറത്ത് ഓതാ. 2ാമത്തെ റക്അത്തിൽ വദ്ദുഹാ വല്ലൈലി ഇദാ സജാ ആ സൂറത്ത് ഓതാ. ഉസ്താദേ അത് ഞങ്ങൾക്ക് അറിയില്ല. സാരല്ല. 1ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 2ാമത്തേത് ഖുൽ ഹുവല്ലാഹു അഹദ്. ഉസ്താദേ ഞങ്ങൾക്ക് ഖുൽ ഹുവല്ലാഹു മാത്രമേ അറിയാൻ പാടുള്ളൂ. ആയിക്കോട്ടെ, 2ൽ നിങ്ങൾ ഖുൽ ഹുവല്ലാഹു ഓതിക്കോ. മനസ്സിലായോ? അങ്ങനെ പ്രയാസപ്പെടുത്തേണ്ട ഒരു സംഗതിയൊന്നും അല്ലത്. ആ 2 റക്അത്ത് നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന അത്ഭുതങ്ങൾ വല്ലാത്ത മഹത്താണ് അല്ലേ? മഹത്താണ്. എപ്പോഴും തിരക്കണം. ഉസ്താദെ അടുക്കളയിലെ പണി തീരണ്ടേ, അവിടെ മരിച്ചോണ്ടേ. അസ്രായിൽ വരുമ്പോൾ അതെ ഞാൻ ചാള പൊരിക്കാനിട്ടുണ്ട്, മത്തി പൊരിക്കാനിട്ടുണ്ട്, ഒന്ന് വറുത്തോട്ടെ അസ്രായിലെ എന്ന് പറയോ? നിങ്ങൾ പറയോ?
അല്ല ഞാൻ ഇറച്ചി കഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊന്ന് സെറ്റ് ചെയ്തോട്ടെ ഇസ്രായേൽ, ഒരു 2 വിസിലും കൂടെ അടിച്ചാൽ മതി ഇസ്രായേലെ, വെയിറ്റ് ചെയ്യുക ഇസ്രായേലെ പറയും നിങ്ങൾ. എടാ നമ്മൾ സമയം കണ്ടെത്തണം, നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്ത കാര്യമാണ്. ഒരു 10 മിനിറ്റ് വേണം, നമുക്ക് 10 മിനിറ്റ് വേണം. ഈ ദിക്റും കൂടെ ചൊല്ലുമ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത്. ദുഹാ നിസ്കരിക്കാനായിട്ട് ഇപ്പോൾ 2-3 മിനിറ്റ് മതി. പിന്നെ ഇത് ഒരു കടത്ത് കഴിച്ച് അങ്ങനെ അങ്ങോട്ട് ഒരു കടമ നിർവഹിക്കാനാണെങ്കിൽ നിസ്കരിക്കണ്ട കേട്ടോ. ഫവൈലുൻ, അങ്ങനെയുള്ളവർക്ക് ഫവൈലുല്ലിൽ മുസല്ലി, നിസ്കരിക്കുന്നവർക്ക് നാശാണെന്നാണ്. നിങ്ങൾക്ക് പടച്ചോനോട് പ്രണയത്തോടെ നിന്ന് അള്ളാഹിനോട് വർത്താനം പറയാൻ ഇച്ചിരി സമയം കിട്ടണം. അതിനാണെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചാൽ മതി, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ നിസ്കരിച്ചാൽ മതി. മനസ്സിലായോ? ഒക്കെ സെറ്റാവും. മനസ്സിലായോ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രത്യേകിച്ച് ഇത് റബീഉൽ അവ്വലാന്നേ. റബീഉൽ അവ്വലിലും മദ്ഹും മദദും ഒക്കെ നമ്മൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ മുത്തുനബിയുടെ കൂടുതൽ സുന്നത്തുകളോട് വല്ലാത്തൊരു മഹബത്ത് വേണം, വല്ലാത്തൊരു സ്നേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളോട് വല്ലാത്തൊരു കൊതി. ആ കൊതിയുടെ ഭാഗമാകണം. ഞാൻ ഈ റബീഉൽ അവ്വൽ ഈ വെള്ളിയാഴ്ച തുടങ്ങിയാണ് ദുഹാ നിസ്കരിക്കാൻ, ഇനി മുടക്കൂല. ആ നെയ്യത്തിലങ്ങ് തുടങ്ങിക്കോ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ലുഹാ പതിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന 5 വല്ലാത്ത മഹത്വങ്ങളുണ്ട്. ഒന്ന്, ഈ തിരമാലകൾ, സമുദ്രത്തിലെ നുരയേക്കാൾ വലിയ പാപങ്ങൾ, അത്രത്തോളം നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ചെറുപാപങ്ങളൊക്കെ ആ ലുഹാ നിസ്കാരത്തിലൂടെ കഴുകപ്പെടും. വല്ലാത്ത മഹത്വമല്ലേ? എന്തോരം പാപം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ, എന്തോരം പാപം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അതൊക്കെ കഴുകിക്കളയും ഞാൻ. സുബ്ഹാനക യാ റബ്ബ്. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? അപകടങ്ങളിൽ നിന്ന് കാവലാണ്. കാരണം അസ്വദക്കത്തു റദ്ദുൽ ബല എന്ന് മുത്തുനബിയുടെ ഹദീസുണ്ട്. സ്വതക്ക ചെയ്താൽ അപകടങ്ങളെ തടയും. ഒരു ദിവസം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ ജോയിൻറ്റുകളിൽ 360ഓളം ജോയിൻറ്റുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഇല്ലേ. ഒരു ജോയിൻറ്റ് പോയാൽ തീർന്ന് നമുക്ക് വേദന സഹിക്കാൻ പറ്റുമോ? കൈ അനക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ ബോഡിയിൽ മൊത്തത്തിൽ 360 ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ജോയിൻറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഡെയിലി 360 ജോയിൻറ്റുകൾക്ക് വേണ്ടി സ്വതക്ക കൊടുക്കണം. ഡെയിലി 360 ആളുകൾക്ക് സ്വതക്ക കൊടുക്കൽ നടക്കുമോ നബിയെ? സഹാബത്ത് ചോദിക്കണം, എല്ലാവർക്കും കൊണ്ടത് പറ്റുമോ നബിയെ? പറ്റുമല്ലോ, നിങ്ങൾ ലുഹാ നിസ്കരിച്ചാൽ മതി. അത് 360 ജോയിൻറ്റുകൾക്ക് പകരമുള്ള സ്വതക്കയുടെ സ്ഥാനത്താണ്. അപ്പോൾ സ്വതക്ക കൃത്യമാക്കിയാൽ നമ്മൾ അപകടത്തിൽ നിന്ന് അള്ളാഹു ആക്കൂലേ അല്ലേ? എന്നാൽ പ്രത്യക്ഷത്തിലുള്ള സ്വതക്കം കൂടെ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം കേട്ടോ, ഒരു 313 നമ്മുടെ പാവപ്പെട്ട ഉസ്താദിന് വേണ്ടി റിലീഫ് പദ്ധതിയിലേക്ക് ഉള്ളവരൊക്കെ ഒന്ന് ചെയ്യുക. റബീഉൽ അവ്വലിന് അടുത്ത റബീഉൽ അവ്വലിൽ നമ്മൾ ആരൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ റബീഉൽ അവ്വലിൽ കിട്ടിയ അവസരമൊക്കെ നമ്മൾ മുതലാക്കണം കേട്ടോ, മുത്തുനബിക്ക് വേണ്ടി ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത്തേത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്താണ്. സാധാരണ വർത്താനം പറയണ പോലെ മുത്തുനബി ഇപ്പോൾ സാധാരണ പറഞ്ഞാലും അതൊക്കെ ഏറ്റവും പ്രധാനം തന്നെയാണ്, പ്രാധാന്യമുള്ളതാണ്. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ഒരാൾ സാധാരണ വർത്താനം പറയണതും നമ്മുടെ വാപ്പ, ഉദാഹരണത്തിന് മരിക്കാൻ നേരത്ത് മോനെ ഇത് വാപ്പയുടെ വസിയ്യത്താന്ന് പറഞ്ഞാൽ അത് പിന്നെ പാലിക്കൽ അത്യാവശ്യമാണ്. വാപ്പാനോട് സ്നേഹമുണ്ടോ ആ മക്കളത് പാലിക്കും. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ തങ്ങളെ വിളിച്ചിട്ട് പറയണം, അബൂ ഹുറൈറ ദുഹാ നിസ്കരിക്കണം കേട്ടോ, മുത്ത് റസൂലിൻ്റെ വസിയ്യത്ത് ഞാൻ നിങ്ങളെ വസിയ്യത്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. വസിയ്യത്തിന് എത്ര പ്രാധാന്യമുണ്ട്. അപ്പോൾ മുത്തുനബിയുടെ വസിയ്യത്ത് സ്വീകരിച്ച പ്രതിഫലം കൂടെയാണ് ദുഹാ നിസ്കരിച്ച് നമുക്ക് കിട്ടുക. നാലാമത്തേത്, ഇത് പതിവാക്കാൻ സ്വാലിഹീങ്ങൾക്കേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പേടിക്കണം, പഠിച്ചോനെ ഞാൻ സ്വാലിഹല്ലല്ലോ, അല്ല എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ചില താത്താമാർ, ഞാനൊക്കെ അപ്പം സ്വാലിഹായിട്ടുണ്ട്, ഞാനൊക്കെ ഡെയിലി നിസ്കരിക്കും, ഓലക്കായിട്ടുണ്ട്, നോക്കിയിരുന്നു. സ്വാലിഹാണെങ്കിൽ അങ്ങനെ ഒരു ചിന്ത തന്നെ വരില്ല. അവിടെയാണ് മനസ്സിലായി. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം പോലെയല്ല ഇത് കൃത്യമായി അള്ളാഹുവിൽ ലയിച്ച് തഖ്വയോടെ നിസ്കരിക്കാൻ സ്വാലിഹീങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു അന്തസത്ത. തഖ്വയില്ലാതെ ഇപ്പോൾ എന്തോരം നിസ്കരിച്ചിട്ട് എന്താ കാര്യം? മനസ്സിലായോ? തഖ്വയിലാണ് നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ തഖ്വയോട് ഇത് പതിവാക്കാൻ പറ്റണമെങ്കിൽ അത് സ്വാലിഹീങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റൂല. അപ്പോൾ ഡേഞ്ചറാണ്. മനസ്സിലായോ? അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ നിസ്കരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ സ്വാലിഹാക്കിത്തരാൻ അള്ളാഹിനെ കൊണ്ട് പറ്റുമല്ലോ, അള്ളാഹി ആക്കിത്തരുമാറാകട്ടെ. ഇനി അഞ്ചാമത്തേത്, ചെറിയ പ്രയത്നം ഒരുപാട് പ്രതിഫലമാണ്. സംഗതി കുറച്ചു നേരം വേണ്ടുള്ളൂ, അതിന് കിട്ടുന്ന മഹത്വം എത്രയാ? കയ്യും കണക്കില്ലാത്ത മഹത്വങ്ങളാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അതിലൂടെ തരുന്നത്. ക്ലിയറായോ? അല്ലാഹു റബ്ബുൽ ആലമീൻ നിസ്കരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഒരു അത്ഭുത ദിക്റുണ്ട്. ഈ ദിക്ർ കൃത്യാക്കിയാൽ തന്നെ ദുഹാ നിസ്കാരം കഴിഞ്ഞാൽ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഒരു 5 മിനിറ്റ് വേണ്ടല്ലോ, കൽബിൽ തട്ടിയിട്ട് ഈ ദിക്ർ ഒരു 100 തവണ ചൊല്ലിയാൽ പണം നമ്മളെ തേടി വരും. നമ്മൾ പെട്ടെന്ന് മരിക്കൂലെന്ന്, പെട്ടെന്ന് അപകടം മരണോ, അങ്ങനെ നമുക്ക് പെടുന്നതിന് അറ്റാക്ക് വന്ന് മരിക്കുക, കറണ്ട് അടിച്ച് ഷോക്ക് അടിച്ച് മരിക്കുക, കുളത്തിൽ മുങ്ങി മരിക്കുക, ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലാഹു വല്ലാത്ത കാവൽ തരും. ഈ ദുആ എന്താണ്? റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. അങ്ങനെ റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇത് ചൊല്ലിയാൽ വെറുതെ പൈസ കിട്ടില്ല. എങ്ങനെ ചൊല്ലണം? അവിടെയാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന 2 കാര്യങ്ങളാണ്. ഒന്നെന്താ? ഒന്ന് നിങ്ങളെ സമ്പത്തിൽ ബർക്കത്തുണ്ടാവും, മറ്റൊന്ന് നിങ്ങളുടെ ആയുസ്സിൽ ബർക്കത്തുണ്ടാവും. ഇനി ബർക്കത്തുണ്ടാവും എന്ന് പറഞ്ഞാൽ മാരക രോഗങ്ങളൊക്കെ വന്ന് കിടന്ന കിടപ്പിൽ അങ്ങനെ കിടന്ന് നരകിക്കൂല. ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യം തരും പടച്ചോൻ. അൽഹംദുലില്ലാ, അതന്നെ മതിയില്ല നമുക്ക്. ജീവിക്കുന്നിടത്തോളം ഒരുത്തൻ്റെ മുമ്പിൽ പോയി, സ്വന്തം മക്കളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഇല്ലേ, അതന്നെ ഒരു പ്രയാസമാണ്. മക്കൾ തമ്മിലടിയാണ്. ഞാൻ ഇത്ര നാൾ ഉമ്മാനെ നോക്കിയില്ലേ, ഇനി കുറച്ചാൾ നീ നോക്ക്, തമ്മിലടിയാണ് അല്ലേ? അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ നമുക്ക് സാമ്പത്തികമായ സമ്പത്തിൽ ബർക്കത്ത്, അതായത് മറ്റൊരുത്തൻ്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. അള്ളാഹു അതിനൊക്കെ ഒരു ബർക്കത്ത് ചെയ്ത് തരും ഇല്ലേ? അപ്പോൾ പൈസക്ക് നമ്മളെ തേടിയൊരു ആവശ്യത്തിന് അള്ളാഹു തരാൻ കഴിയുന്നവനല്ലേ? ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ പൈസക്ക് വേണ്ടിയും ആയുസിന് വേണ്ടിയിട്ടൊന്നും ഇസ്തിഗ്ഫാർ ചെയ്യരുത്. നമ്മൾ ചെയ്ത തെറ്റൊക്കെ മനസ്സിലേക്ക് വന്നിട്ട് പടച്ചോനെ ഞാൻ നിന്നോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നു അല്ലാ എന്നുള്ള ബോധ്യത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇഖ്ലാസോടെ ഇത് 100 നിങ്ങൾ ഡെയിലി പതിവാക്കിക്കോ. ഇന്നീ വെള്ളിയാഴ്ച ഒന്ന് തുടങ്ങിക്കോ. നിങ്ങൾ ഒരു 21 ദിവസമാകുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം നിങ്ങൾ അറിയാൻ പറ്റും. നിങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം അങ്ങനെ ആസ്വദിക്കാൻ പറ്റും. അതുപോലെ മാരക രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടി തുടങ്ങും. അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളിങ്ങനെ അയഞ്ഞു പോരുന്നൊരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. സിമ്പിളാണ്. റബ്ബി ഗഫിർലി, പടച്ചോനെ നീ എനിക്ക് പുറത്തിരണയല്ല, വതുബ അലയ്യ, എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കണയല്ല എന്ന് പറഞ്ഞാൽ കൽബിൽ അത്രത്തോളം ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കണം. പടച്ചോനെ നീ പുറത്തു നിന്നില്ലെങ്കിൽ എനിക്ക് ആരുമില്ലല്ല, ആ ഒരു ബോധ്യത്തോടെ നിൽക്കണം നമ്മൾ. നീ സ്വീകരിക്കണയല്ല, ഇന്നക അൻത തവ്വാബുർ റഹീം, നീ അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനാണല്ലോ അല്ല, കാരുണ്യവാനാണല്ലോ. ആ ബോധ്യത്തിൽ ചൊല്ലൂലേ, അപ്പം സംഗതി സെറ്റാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, അങ്ങനെയല്ല, മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ തൊപ്പി നഷ്ടപ്പെട്ടത് ഏത് യുദ്ധത്തിലാണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് യർമൂക്ക് യുദ്ധത്തിലാണ്. അള്ളാഹു സുബ്ഹാന അവിടുത്തെ മദദ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, യർമൂക്ക് യുദ്ധം നടക്കുമ്പോൾ ആരായിരുന്നു ഇസ്ലാമിൻ്റെ ഖലീഫ? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. കരുണക്കടലായ തമ്പുരാനെ, ഒരുപാട് പാപങ്ങൾ ഞങ്ങൾ ചെയ്തു പോയി, നീ പുറത്തു തരണേ അല്ലാ. പരിശുദ്ധ റബീഉൽ അവ്വലിലെ വെള്ളിയാഴ്ചയാണ്, നിൻ്റെ തിരുനോട്ടം തരണേ അല്ലാ. മുത്ത് ഹബീബിൻ്റെ പൊരുത്തം തരണേ അല്ലാ. ഖൽബിലെ കറകൾ നീക്കണേ അല്ലാ. ഞങ്ങൾ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവും തരണേ അല്ലാ. പടച്ചോനെ, പലയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒരു വിവാഹ സദസ്സിൽ ചെന്നപ്പോൾ പോലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, എല്ലാവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അസുഖബാധിതരുണ്ട്, ശിഫ നൽകണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ തരണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. മദീനത്തെത്തിക്കണേ അല്ലാ. ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറും മർളിയുമായി അനുഷ്ഠിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. യാ റബ്ബന, പടച്ചോനെ, ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങി ആരൊക്കെ മരിച്ചുപോയിട്ടുണ്ടോ കവറിടം വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാ. മുത്ത് ഹബീബിനോടൊപ്പം സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ ചേർക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.